ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാപതയേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പാവാരി പരിപൂർണലോചനം മാരുതീം നമത രാക്ഷസാന്തകം. ഓം രാം സീതാരാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടകം 1. പ്രധാനമായി കർക്കിടകത്തെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോൾ ദക്ഷിണായന കാലം തുടങ്ങുന്ന ഒരു ദിവസം, പിതൃക്കൾ ഒക്കെ ഉണർന്നിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത്. ഉത്തരായണം ദേവന്മാരുടെ പകലും ദക്ഷിണായനം പിതൃക്കളുടെ പകലുമായിട്ടാണ് പറയുന്നത്. പിതൃക്കളെ സംബന്ധിച്ചും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാലം, വ്രതമോക്ഷം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കർക്കിടകവാവ് പ്രധാനമായ ദിവസങ്ങളിലൊക്കെ കടന്നു പോകുന്ന മാസം. അതോടൊപ്പം തന്നെ പഞ്ഞമാസമെന്നും പറയപ്പെടുന്നു. കാരണം പണ്ട് പൂർവികമായിട്ട് നോക്കുമ്പോൾ ഈ സമയത്ത് നല്ല വർഷം, പേമാരി ഉണ്ടാകും, കൃഷിയൊക്കെ ബാധിച്ചിരിക്കുന്നൊരു സമയം. അന്നത്തെ സമയത്ത് തൊഴിലൊന്നും അങ്ങനെ ഇല്ലാതിരിക്കുന്നൊരു സമയം. അപ്പോൾ ആ സമയത്ത് മനസ്സിൽ ചുമ്മാ ഇരിക്കുമ്പോൾ അല്ലേ, അങ്ങനെ സമയത്ത് വീട്ടിൽ ഒതുങ്ങിക്കൂടി, അല്ലെങ്കിൽ ഓരോ വൈകുന്നേരങ്ങളിലും സന്ധ്യകളിലും വീട്ടിൽ ഒതുങ്ങിക്കൂടി അധികമായി ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ കലുഷിതമായ കുറേ ചിന്തകൾ വരും. കലുഷിതമായ കുറേ ചിന്തകൾ വരുമ്പോഴേക്കും നമ്മൾ യാഥാർത്ഥ്യബോധത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോകാറുണ്ട് അല്ലേ. കൂടുതൽ മൃതികളെയും മരണവാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നതും കർക്കിടക മാസത്തിലാണ്. എല്ലാ ദിവസവും ഉണ്ട്. കർക്കിടകത്തിൽ കൂടുതലായി ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ദുഃഖകരമായതും പഞ്ഞമാസത്തിൻ്റെ എല്ലാ വൈഷമ്യങ്ങളൊക്കെ മനസ്സിനെ കലുഷിതമാക്കി വയ്ക്കും. ആ കാലുഷ്യത്തിൽ നിന്നും മനസ്സ് മോചനം ലഭിക്കുവാനായിട്ട് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി, ഭക്തിയുടെ പ്രാധാന്യവും മുക്തിയുടെ ലക്ഷ്യവും മനസ്സിലാക്കി, ആ യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാസം കഴിഞ്ഞുകൂടാനും വേണ്ടി പണ്ട് വീടുകളിലൊക്കെ ഈ സമയത്ത് വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥന, നാമജപാദികളുണ്ടായി. ഒരുപക്ഷെ ഭഗവതിയെ സംബന്ധിച്ച് ഭഗവതി സേവ, ദേവീപരമായ ഉപാസനകൾക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസം. ഉപാസനയും സാധനയും ചെയ്യുന്ന മനസ്സ് വ്യതിരിക്തമായി വേറെ ചഞ്ചലമായി പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉപാസനാ സാധനാദികളൊക്കെ ഈ സമയത്ത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉപാസനാദികൾ ചെയ്യുമ്പോൾ തന്നെ ഒരു പുനർവിചിന്തനം, തുടർന്നങ്ങോട്ട് നല്ലൊരു ചിങ്ങത്തെ വരവേൽക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പും കർക്കിടകത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. കർക്കിടകത്തിലെ പ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണമാണ് പ്രധാനം ഇല്ലേ. നമുക്ക് ആടിയറുതി എന്നൊക്കെ പറയാം. ആടിമാസത്തിലെ വറുതികളെയൊക്കെ പുറന്തള്ളിക്കൊണ്ട് ഐശ്വര്യമായ മഹാലക്ഷ്മിയെ വരവേൽക്കുവാനായിട്ടാണ് ഈ മാസത്തെ നമ്മൾ വിനിയോഗിക്കേണ്ടത്. അത് പുറമേയുള്ള ബാഹ്യമായ ഈ പറയുന്ന മാറാലകളും അഴുക്കുകളും മാലിന്യ കൂമ്പാരങ്ങളും മാത്രമല്ല, അകത്ത് അന്തർമുഖമായിരിക്കുമ്പോൾ ആന്തരികമായിരിക്കുന്ന മാറാലകളെയൊക്കെ മാറ്റി മനസ്സാകുന്ന കണ്ണാടിയൊക്കെ നല്ല വൃത്തിയായി തുടച്ച് വൃത്തിയാക്കി നേരാവണ്ണമുള്ള വീക്ഷണങ്ങളെയും ലഭിക്കുവാനായി ഈ മാസം നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ പല രീതിയിലുള്ള വൈഷമ്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അപ്പം അതിനെയൊക്കെ മനസ്സിലാക്കുവാൻ ഏറ്റവും നല്ലൊരു ഉപാധി ഈശ്വര പ്രാർത്ഥനയാണ് എന്ന് തന്നെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ചിന്മയാനന്ദ സദ്ഗുരു സ്വാമി ചിന്മയാനന്ദ സ്വാമികൾ ഒരു ആചരണം പോലെ പണ്ട് ചില ഗ്രഹങ്ങളിൽ മാത്രം നടന്നിരുന്ന അധ്യാത്മരാമായണ പാരായണം എല്ലാ ജനങ്ങളിലേക്കും ജനകീയമായി രാമായണ പാരായണം എല്ലാ ഗൃഹങ്ങളിലും എത്തിക്കണമെന്ന് ഉദ്ദേശത്തോടുകൂടി രാമായണ മാസാചരണം എന്ന രീതിയിലും ആചരിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് 30 ദിവസം കൊണ്ട് രാമായണത്തിൻ്റെ ബാലകാന്ഡം മുതൽ തിരിച്ച് യുദ്ധകാന്ഡം കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിൽ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്ത്
എല്ലാ വീടുകളിലും അത് നിഷ്കർഷമായി അത് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടായി. എല്ലാ അമ്മമാരും എല്ലാവരും രാമായണ ശീലകളിലൂടെ രാമനാമജപ മാഹാത്മ്യത്തോടുകൂടിയും ജീവിതത്തിൻ്റെ പച്ചയായ സത്യങ്ങൾ ഒക്കെ വായിച്ചും മനസ്സിലാക്കിയും ഒക്കെ നമുക്ക് നല്ലൊരു ദർശനം നൽകുന്ന ഒരു ദാർശനികമായ ഗുരു ആണ് രാമായണം. പല ജീവിത സാഹചര്യങ്ങളിലും ജീവിത പ്രതിസന്ധികളിലും തരണം ചെയ്യുന്നതായ സുന്ദരകാന്ഡം, ഏറ്റവും പ്രധാനമായ രാമായണത്തിലെ സുന്ദരകാന്ഡം, ആഞ്ജനേയസ്വാമിയെ പറ്റി കൂടുതൽ പരാമർശിക്കുന്ന സുന്ദരകാന്ഡം. ആ സുന്ദരകാന്ഡ പാരായണം കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുവാനും അതിൽ കടന്നു വന്ന് വിജയശ്രീലാളിതനായി വരുവാനും ഒക്കെ സഹായിക്കുന്നതാണ് സുന്ദരകാന്ഡം. അതോടൊപ്പം തന്നെ പരമമായ സത്യങ്ങൾ, പല വൈഷമ്യങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ, കൺഫ്യൂഷൻസ്, ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാനും സാധിക്കും രാമായണത്തിൻ്റെ പാരായണം കൊണ്ടും അതിനെ സ്വാധ്യായം ചെയ്യുന്നത് കൊണ്ടും. അതുകൊണ്ട് രാമായണ പാരായണം ഏറ്റവും പ്രധാനമാണ്. കർക്കിടക മാസം രാമായണത്തിലൂടെ, രാമൻ്റെ അയനത്തിലൂടെ സഞ്ചരിച്ച്, രാമനോടൊപ്പം സഞ്ചരിച്ച് യാഥാർത്ഥ്യബോധങ്ങളെ മനസ്സിലാക്കി ശരണാഗതിയുടെയും മുക്തിയുടെയും സാധനയുടെയും പാഠങ്ങൾ പഠിച്ച് രാമരാവണ യുദ്ധത്തിൽ രാവണനെയും അമർച്ച ചെയ്ത് 10 തലയാകുന്ന പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ അതിവർത്തിച്ച് അതൊക്കെ നശിപ്പിച്ച് ശുദ്ധമായ ബോധത്തെ തെളിച്ച് പട്ടാഭിഷേകമാകുന്ന ഐശ്വര്യത്തെ ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് പോകാനായിട്ട് രാമായണത്തിൻ്റെ പാരമ്യതയിലെത്തി ആ ഐശ്വര്യത്തെ നുകർന്നുകൊണ്ട് ചിങ്ങത്തിലേക്ക് കടക്കുവാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കർക്കിടക മാസാചരണം രാമായണ പാരായണം നടത്തി രാമായണത്തെ സ്വാധ്യായം ചെയ്ത് രാമൻ്റെ അയനത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഓം രാം സീതാരാം.